ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്കിത് കഴിക്കാൻ കറീൻ്റെ ആവശ്യം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയൊക്കെ വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്കത് സെർവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയത് ഒരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ പെരുംജീരകം ഇല്ലെങ്കിൽ നല്ല ജീരകം ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ പെരുംജീരകം ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ തേങ്ങേൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി അതുപോലെ നമ്മളിതിലേക്ക് ഒരു നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളിയാണ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ആയാലും മതി. പിന്നെ ഒരു 2-3 കറിവേപ്പില അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊന്നും കൂടി പോകണ്ട, പിന്നെ ഭയങ്കര അതിൻ്റെ ചുവ അങ്ങ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റായിട്ട് തന്നെ ഒന്ന് എടുക്കുക. ഇനി നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സീൻ്റെ ഈ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങയും പെരിഞ്ചീരകമൊക്കെ ചതച്ചുകൊണ്ട് വരില്ലേ, അതുപോലെ കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 4 ആൾക്കുള്ള അളവിനാട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്, അതുകൊണ്ട് തന്നെ 4 ആൾക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 കപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് 4 ആൾക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തേങ്ങ ചതച്ച് കൊണ്ടുവന്നതുണ്ടല്ലോ, അതെല്ലാം കൂടി ഈ ഒരു ഗോതമ്പ് പൊടിയായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഒരുപാട് കൂടി പോകരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ അങ്ങ് കുഴച്ചെടുക്കുക. പിന്നെ നല്ല കട്ടിയിലും അതുപോലെ ഭയങ്കര ലൂസായിട്ടും കുഴക്കരുത്. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചത് കുറച്ച് ചൂടുള്ള വെള്ളം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പറ്റലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചൂടുവെള്ളമൊക്കെ ഇതിൽ ഒഴിച്ച് കുഴക്കുമ്പോൾ നല്ലൊരു മണം കേട്ടോ. നമ്മൾ ആ ഒരു പച്ചമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അന്നേരം വരിക. ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കണം. അപ്പോൾ അത് ഞാൻ ആവിക്ക് ഈ ഒരു പാത്രത്തിലാണ് വെച്ച് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ബോളുകളാക്കിയിട്ട് വെള്ളത്തിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വെള്ളത്തിൽ വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവിക്ക് വെച്ച് വേവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒട്ടലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ബാക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഒട്ടൽ ഒഴിവാക്കണമെങ്കിൽ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ആക്കാം, അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റോടെ കഴിക്കാനും പറ്റും. അല്ലെങ്കിൽ നമ്മളെ കണ്ണൂർക്കാരുടെ കക്കോ റോട്ടി ഉണ്ടല്ലോ, അത് ഇതുപോലത്തെ ഒരു ഷേപ്പിലല്ലേ ആക്കിയെടുക്കുന്നത്. കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനത്തെ ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുക്കണം. അതുപോലെ വലിയ വലിയ ബോളുകളാക്കി എടുക്കരുത്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളിത് ആവിക്ക് വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് കൂടുകയും ചെയ്യും. അപ്പോൾ ചെറുതാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വായിലിട്ട് കഴിക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അതിൻ്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെളിച്ചെണ്ണാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു പാത്രത്തിൽ അടിയിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടൊക്കെയാണ് ഉള്ളതെങ്കിൽ അങ്ങനെ അതിൽ വെച്ചിട്ടായാലും വേവിച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെറുതെ നമുക്ക് ചായയൊക്കെ ഇങ്ങനെ ഓരോന്ന് പെറുക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു മസാലയും കൂടിയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതും കൂടിയും ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമുക്ക് കറിയില്ലാണ്ട് കഴിക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടല്ലേ കുഴച്ചത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിനി ബാക്കി ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തണുത്തില്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള ഇത് നമുക്ക് ചെയ്യാം.
അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തത് അത് തന്നെ എടുക്കാം കേട്ടോ, എന്നാലേ ഇതുപോലുള്ള ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഇത് നല്ലൊരു നമ്മളെ നൊസ്റ്റാൾജിക് റെസിപ്പിയാണെന്ന് തന്നെ പറയാം. ഈ ഒരു കൊഴുക്കട്ട പോലെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നൊസ്റ്റാൾജിക് ആണല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് പിന്നെ നമ്മളിതിലേക്ക് മസാല കേട്ടോ തയ്യാറാക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാം, പക്ഷേങ്കിൽ ചെറുള്ളിയാണ് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കുന്നുണ്ട്. ചതച്ചതോ അല്ലെങ്കിൽ ചെറിയ കഷ്ണാക്കിയുള്ളതോ അതിൻ്റെ പേസ്റ്റോ എന്ത് വേണമെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മൊരിയിച്ചെടുക്കണം നമുക്ക്. അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാകും. ഒരുപാട് അങ്ങ് ചേർക്കേണ്ട, കുട്ടികളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഗോതമ്പ് മാവ് അതിൽ പച്ചമുളകൊക്കെ ചേർത്തില്ലേ, അപ്പോൾ വല്ലാത്ത എരിവായിരിക്കും. അപ്പോൾ അത്രയും ചേർത്താൽ മതി. പിന്നെ നമ്മളൊരു ചെറിയ നല്ല പഴുത്ത തക്കാളിയും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ഇടയ്ക്ക് മൂടി തുറന്നിട്ട് നോക്കുക, നല്ലപോലെ തന്നെ ഇത് വെന്തുടഞ്ഞ് വരണം. എന്നാൽ മാത്രമേ ഈ ഒരു മസാലയിൽ നമ്മൾ ആ ഒരു തയ്യാറാക്കിയ നമ്മളെ കൊഴുക്കട്ട ഒന്ന് നല്ലപോലെ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു തക്കാളിയിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല റെഡിയായി കിട്ടും. അപ്പോൾ വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മൂടി തുറന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യത്തിന് തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് മേലേക്ക് ഒന്ന് തെളിഞ്ഞ് വരും. അത്ര വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിന് മസാലയ്ക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടി പോകരുത്, കാരണം നമ്മൾ ഗോതമ്പ് പൊടി ആ ഒരു കൊഴുക്കട്ട ആക്കുമ്പോൾ അതിൽ ആവശ്യത്തിന് ചേർത്തതാണ്. അതുകൊണ്ട് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഈ ഒരു സമയത്തും നല്ല പോലെ തന്നെ കുറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൊഴുക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കൊഴുക്കട്ട ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് 1-2 പീസാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം മസാല പിടിച്ച് കിട്ടും കേട്ടോ ഇതിൽ. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടിയും ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ നേരത്തെ തേങ്ങ ചതച്ചിട്ട് ചേർത്തതാണല്ലോ ഈ ഗോതമ്പ് പൊടിയിൽ. അപ്പോൾ എന്നാലും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയൊക്കെ നല്ലപോലെ ഇതിൽ കോട്ട് ചെയ്യുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് മൂടി തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ ഇത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു മസാലയിലൊക്കെ ഈ ഒരു ഗോതമ്പ് ഇതിലിങ്ങനെ കിടന്ന് നല്ല പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഒന്ന് എന്തായാലും തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇത്. ഇപ്പോൾ ഇതുവരെ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ മിക്കവാറും അരിപ്പൊടി വെച്ചിട്ടൊക്കെ തയ്യാറാക്കാറുണ്ടാവും അല്ലേ. അപ്പോൾ ഗോതമ്പ് പൊടിയും ഒന്ന് വെച്ച് തയ്യാറാക്കി നോക്കുക. കാരണം ഗോതമ്പിൻ്റെ ആ ഒരു മധുരമൊക്കെ ചേരുമ്പം ഈ ഒരു മസാലയിൽ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക്